നമസ്കാരം, ഞാൻ ഡോക്ടർ വിപിൻ. ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് വന്നിരുന്നു ഫ്ലൈബേഡിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരണമെന്ന് പറഞ്ഞിട്ട് 1-2 പേര് മെസ്സേജ് അയച്ചിരുന്നു പേഴ്സണലായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഫ്ലൈബേഡ്? ഫ്ലൈബേഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്, ഒരു വെബ്സൈറ്റാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷനും ആൻഡ്രോയിഡ് iOS ആപ്ലിക്കേഷനും ഉടനെ തന്നെ റിലീസാവുന്നതാണ്. ഈ കമ്പനിയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്ലൈബേഡ് എന്ന് പറയുന്ന കമ്പനിയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്ലൈബേഡ് എന്ന് പറയുന്ന കമ്പനി വിമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതായത് സ്ത്രീ ശാക്തീകരണം. സ്ത്രീകൾക്ക് ജോലി അവരുടെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോലികൾ കാണിച്ചു കൊടുക്കുക, പറ്റാവുന്നവർക്ക് അത് ചെയ്ത ശേഷം അതിനുള്ള പ്രതിഫലം അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി അവർക്ക് എടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് റിമോട്ട് വർക്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വഴി ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും, ഇപ്പോൾ നിങ്ങൾ റീല് കാണുന്നതും വീഡിയോ കാണുന്നതും ഒക്കെ ഒരു ജോലിയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ചില കമ്പനികൾ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതിന് നമുക്ക് കാശ് തരാറുണ്ട്. അതേപോലെ നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഹോട്ടലുകളോ എന്തെങ്കിലും കടകളോ ഒക്കെ അതിനെക്കുറിച്ചിട്ട് റിവ്യൂ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതും ഒരു ജോലിയാണ്. ജോലിക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശമ്പളമൊന്നും തരുന്നില്ലെങ്കിലും ഞങ്ങളുടെ ഫ്ലൈബേഡ് വഴി നിങ്ങൾ ഇതുപോലത്തുള്ള ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. നിങ്ങൾക്ക് ചെറുകഥകൾ എഴുതാം, പടം വരയ്ക്കാം. കമ്മീഷൻ വർക്ക് എന്നാണ് ഞാൻ പടം വരയ്ക്കുന്നതിന് പറയുന്നത്. അപ്പോൾ കമ്മീഷൻ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു പടം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് അതിൽ മെമ്പറെങ്കിൽ അയാൾ ഡ്രോയിങ്, പെയിൻറ്റിങ്, സ്കെച്ചിങ് ഇതുപോലുള്ള ജോലികൾ അയാൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്തരം ജോലികൾ വരുമ്പോൾ അയാളുടെ മൊബൈലിൽ അയാൾക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇമെയിലിൽ അയാൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അയാൾക്ക് അതിന് അപ്ലൈ ചെയ്യാം, ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഒരേ സമയം ചിലപ്പോൾ 10 പേരോ 100 പേരൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്തെന്നിരിക്കും. അപ്പോൾ ഇതിൽ ആർക്കാണ് ജോലി കൊടുക്കേണ്ടത് എന്നുള്ളത് ആ ജോലി പോസ്റ്റ് ചെയ്ത ആളുടെ ചുമതലയാണ്. അപ്പോൾ നമ്മൾക്ക് വർക്കർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, വർക്കറുടെ പ്രൊഫൈൽ, അത് വർക്കർക്ക് സ്വന്തമായിട്ടൊരു പ്രൊഫൈൽ പേജ് ഉണ്ടായിരിക്കും. ആ പ്രൊഫൈൽ പേജിൽ അയാൾ ചെയ്തിട്ടുള്ള നല്ല വർക്കുകളെല്ലാം എഴുതുകയും അയാളുടെ റെസ്യൂമെ അല്ലെങ്കിൽ CV അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താരതമ്യേന നല്ല ജോലി ചെയ്തിട്ടുള്ള ഒരാൾക്കായിരിക്കും അത് കിട്ടുക. പിന്നെ ചില ജോലികൾക്കാണെങ്കിൽ ലിമിറ്റൊന്നും ഉണ്ടാവില്ല. അതായത് ചെറുകഥ എഴുതാനായിട്ടുള്ള ഒരു ടാസ്ക് അതിപ്പോൾ ഓടുന്നുണ്ട് വെബ്സൈറ്റിൽ. അതിന് ലിമിറ്റില്ല, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അന്ന് കേട്ട് കാളപറ്റൂന്ന് കേട്ട് കയറെടുക്കുന്ന പോലെ ടാസ്ക് കണ്ടു ഉടനെ തന്നെ എഴുതാൻ തുടങ്ങുമായിരുന്നു. പലരും ChatGPT ഉപയോഗിച്ചിട്ട് 10 സെക്കൻഡ് കൊണ്ട് ജോലി പൂർത്തിയാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അത് ChatGPT ഉപയോഗിച്ചാലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്വന്തമായ രീതിയിൽ നിങ്ങൾക്ക് ചെറുകഥയാണ് നിങ്ങൾ എഴുതി അത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും, ആദ്യത്തെ 300 വാക്കുകളുള്ള ഒരു ചെറിയ ഭാഗം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യാവൂ അല്ലെങ്കിൽ അയക്കാവൂ. അപ്പോൾ ഇത് അയച്ചിട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ബാക്കി നിങ്ങൾ എഴുതി നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ടാസ്കിനും ഓരോ കോസ്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൈസ് നിങ്ങൾക്ക് അവാർഡ് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ട്യൂഷൻ എടുക്കുക എന്ന ഒരു ജോബ് റിമോട്ട് ടാസ്ക് ആണെന്ന് കരുതുക. ഇങ്ങനെയുള്ള ട്യൂഷൻ എടുക്കുന്ന റിമോട്ട് ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ കമ്പനിയായിട്ട് നിങ്ങൾ ആ ട്യൂഷൻ എടുക്കുന്ന ഇതിനു വേണ്ടി ബന്ധപ്പെടേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം
പിന്നീട് നിങ്ങൾ ആ ക്ലയൻറ്റായിട്ട് ഡയറക്റ്റായിട്ട് ആയിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ബന്ധപ്പെട്ടുണ്ടാവും. അവരുടെ സൗകര്യം സ്ഥലമൊക്കെ അനുസരിച്ച് നിങ്ങൾ അവരുമായിട്ട് ഇമെയിലൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുമായിരിക്കും. അവർ ട്യൂഷൻ എടുക്കുന്നത് അനുസരിച്ചിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തരുമായിരിക്കും. അത് ഫസ്റ്റ് ടൈം മാത്രമേ നിങ്ങൾ ബന്ധപ്പെടുത്താൻ വേണ്ടി മാത്രം ആ ജോബ്, പുതിയൊരു ജോബ് വരുമ്പോൾ ബന്ധപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മളെ കമ്പനീനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വരുന്ന ട്യൂഷൻ അത് തുടർച്ചയായിട്ട് എടുക്കേണ്ടി വരും. ആ കുട്ടിക്ക് ചിലപ്പോൾ 4-5 വർഷം തുടർച്ചയായിട്ട് വേണ്ടി വരുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ കമ്പനിയെ ആശ്രയിക്കേണ്ടി വരില്ല. നിങ്ങൾ ഡയറക്റ്റായിട്ട് അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ബാർഗെയിനിങ് ഒക്കെ ചെയ്ത് പ്രൈസൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചിട്ട് നിങ്ങളത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് പോകാവുന്നതാണ്. പക്ഷേ തുടക്കത്തിൽ നിങ്ങൾക്ക് ഈ ക്ലയൻറ്റിനെ കിട്ടാൻ, ഈ സ്റ്റുഡൻറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയെ ഉപയോഗപ്പെടുത്താം. അത് ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന ടീച്ചർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അവർക്ക് വീണ്ടും വീണ്ടും അതേ ടാസ്ക് അല്ലെങ്കിൽ പുതിയ സ്റ്റുഡൻറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലൈബേർഡിനെ ഉപയോഗിക്കാം. എക്സിസ്റ്റിംഗ് സ്റ്റുഡൻറ്റിനെ അവർക്ക് കണ്ടിന്യൂ ആയിട്ട് തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യാം. പിന്നെ മറ്റൊന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പ് വേർഷൻ ഇപ്പോഴും ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. അത് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടാണ് അത് റിലീസ് ചെയ്യാത്തത്. സ്റ്റേബിൾ ഇല്ലാത്തതെന്നുകൊണ്ട് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ലിങ്ക്ഡിനൊക്കെ പോലുള്ളൊരു വെബ്സൈറ്റിനേക്കാളും ഒരു 3 ഇരട്ടി കപ്പാസിറ്റിയുള്ള ഒരു വെബ്സൈറ്റും ആപ്പുമാണ് നമ്മൾ ചെയ്യണത്. എന്ന് വെച്ചാൽ അത് മൾട്ടി ഡയമെൻഷനിലായിട്ടാണ് പോകുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാനും മെമ്പേഴ്സിന് ചാറ്റ് ചെയ്യാനും ചാറ്റ് റൂം ഉണ്ടാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ഒരു ജോബാണ്, അതായത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പടം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ജോബ് പോസ്റ്റ് ചെയ്യാം. അതിനൊരു പ്രൈസ് ഫിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മളത് വിഡ്രോ ചെയ്തതിന് ശേഷം ആയിരിക്കും ആ ജോബ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്യാഷ് നമ്മളെ കമ്പനിക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം പോസ്റ്റ് ചെയ്യാനായിട്ട്. അത് അല്ലാതെ ജോബ് പോസ്റ്റ് ചെയ്തു വർക്ക് കിട്ടി നിങ്ങൾ കാശ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും എംപ്ലോയർ കാശ് അഡ്വാൻസായി പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ബാർട്ടർ സിസ്റ്റം പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റും ആപ്പുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൾട്ടി ഡയമെൻഷനിലാണ്. പിന്നെ അത് മാത്രമല്ല, കലാകാരന്മാർക്കും മറ്റ് ജോലിക്കാർക്ക്, പ്ലംബർമാർക്ക്, ഇലക്ട്രീഷ്യൻ, കാർപ്പൻറ്റർ, ചായ, ജ്യൂസ്, പൊറോട്ട ഉണ്ടാക്കുന്നവർക്കൊക്കെ ലോക്കലി അല്ലെങ്കിൽ വിദേശ നാട്ടുകളിൽ ജോലി കിട്ടാവുന്ന ഒരു ജോബ് സൈറ്റ് കൂടിയാണ് ഫ്ലൈബേർഡ് എന്ന് പറയുമ്പോൾ. ഉദാഹരണത്തിന് നാട്ടിലിപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ പല സ്ഥലങ്ങളിലായിട്ട് കാർപ്പൻറ്റേഴ്സ് ഇതിൽ ജോയിൻ ചെയ്തു എന്ന് കരുതുക. വിമൺ എംപവർമെൻ്റ് ആണ്. റിമോട്ട് വർക്ക് സ്ത്രീകൾക്ക് മാത്രമാണെങ്കിലും ആണുങ്ങൾക്കിത് ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ഓൺ സൈറ്റ് വർക്ക് ചെയ്യാൻ പറ്റും. വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ ഗൾഫിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖലയ്ക്ക് 10 ഷെഫ്മാരെ ആവശ്യമുണ്ട്. അവർക്ക് ഇന്ന ക്വാളിറ്റീസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ അന്വേഷിച്ച് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അവരുടെയൊക്കെ പോയി അന്വേഷിക്കലും ഒക്കെയാണ് പതിവ്. ഇന്ത്യയുടെ പോലുള്ള ജോബ് സൈറ്റുകളിലൊക്കെ നമ്മൾ ഷെഫ്മാരെ, പൊറോട്ട ഉണ്ടാക്കുന്നവരൊക്കെ കിട്ടില്ല. നഴ്സുമാർ, ഡോക്ടർമാർ, എൻജിനീയർമാർ, ലോയേഴ്സ്, ഇവരൊക്കെ ഇൻഡീഡൊക്കെ നോക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ലിങ്ക്ഡിനിലൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷേ സാധാരണക്കാർക്ക് ഒരു പക്ഷേ ഇത് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയെന്ന് വരില്ല. ഫ്ലൈബേർഡ് അങ്ങനെയല്ല. ഫ്ലൈബേർഡ് നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിൽ, മാതൃഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. തമിഴാണെങ്കിൽ തമിഴിൽ സെലക്ട് ചെയ്യാം, എല്ലാം തമിഴിൽ കിട്ടും. അപ്പോൾ ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പൊറോട്ട ഉണ്ടാക്കുന്ന 10 പേരെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലൈബേർഡിൽ മെമ്പറായിട്ടുള്ള ഈ പൊറോട്ട ഉണ്ടാക്കുന്ന എല്ലാവർക്കും മെസ്സേജ് കിട്ടും.
ഈ എല്ലാവർക്കും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ സൈറ്റിലൂടെ ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ നിന്ന് ഈ 10 പേരെ ഈ കമ്പനിക്ക് സെലക്ട് ചെയ്യാം. അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏത് വിദേശ രാജ്യത്തു നിന്നും സാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മളിതൊരു ചെറിയ ഭാഗത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു കമ്പനിയല്ല, വേൾഡ് വൈഡ് പ്രസൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ദുബായിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഹംഗറി, ബുഡാപെസ്റ്റ്, പിന്നെ ടർക്കി, സ്വീഡൻ, ഹോളണ്ട്, ജർമ്മനി, US, UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും നമ്മളതിൻ്റെ പ്രസൻസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ജോർജിയയിലെ സൂസന ബാറ്റ എന്ന് പറയുന്ന ഒരു പ്രൊമോട്ടർ ഓൾറെഡി ഇതിൻ്റെ പാർട്ട്ണറാണ്. അപ്പോൾ അവിടെയും ഇതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു 10ഓളം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഓൾറെഡി ഉണ്ട്. പലർക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ ചേർന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് പഠിക്കാനൊന്നും താല്പര്യമില്ല. അവർക്കും ചാടിക്കയറി തോക്കിൽ കയറി വെടി വയ്ക്കണം, എന്താണ് ഇതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെയാണ് താല്പര്യം. വെബ്സൈറ്റിലുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അതൊന്നും വായിക്കാനുള്ള നേരമില്ല. അപ്പോൾ വീഡിയോ ആണ്, അത് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പലരും പറഞ്ഞു വീഡിയോ ആണ് ടൈപ്പ് ചെയ്ത് അയക്കുന്നേക്കാളും മനസ്സിലാക്കാൻ എളുപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് ആപ്പ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രൊമോട്ടർമാരെ ആവശ്യമുണ്ട്. പ്രൊമോട്ടർമാർ എന്ന് വെച്ചാൽ ഈ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി ഒരു 1000 പേരെങ്കിലും തയ്യാറാക്കി നിർത്താൻ പറ്റുന്ന പ്രൊമോട്ടർമാരാണ് നമുക്കിപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത്. റിമോട്ട് വർക്കേഴ്സ് ആണ് ഈ മെമ്പർമാരെന്ന് പറയുന്നത്. അവർ ഓൾറെഡി വന്നോളും. പക്ഷെ അവരെ തേടി പിടിച്ച് കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആപ്പ് ഒരുപാട് സമയം മാർക്കറ്റിങ്ങിനൊക്കെ ചിലവാക്കേണ്ടി വരും, ഇതെല്ലാം നാട്ടുകാരുടെ അടുത്ത് എത്തിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പ്രൊമോട്ടർമാരെ ആവശ്യമുണ്ട്. പ്രൊമോട്ടർമാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 1000 പേര് അവർ ചേർത്തു എന്ന് കരുതാം. 1000 പേര് ഞാൻ റഫായിട്ട് കണക്ക് കൂട്ടുകയാണ്. ഒരു സെക്കൻഡ്. 1000 പേര് ചേർത്തു എന്ന് കരുതാം. അപ്പോൾ 1000 പേരിൽ എല്ലാവരും വർക്ക് ചെയ്തോളണമെന്നൊന്നുമില്ലല്ലോ. ഒരു 50% ചെയ്തു എന്ന് കരുതാം. ഇപ്പോൾ 500 പേരായി. 500 പേര് ഒരു മാസം അവർ പല പല ജോലികളിലായിട്ട് ഓരോരുത്തർ 1000 രൂപ ഉണ്ടാക്കി എന്ന് കരുതാം. അപ്പോൾ വരുന്നത് ഏകദേശം 500,000, അതായത് 5 ലക്ഷം രൂപയാണ് വരുന്നത്. 5 ലക്ഷം രൂപയുടെ 80% വർക്കേഴ്സിന് പോവുക. ബാക്കിയുള്ള 20%-ൽ 10% ഇത് ഈ മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിച്ച പ്രൊമോട്ടേഴ്സിന് കിട്ടും. അത് 50,000 രൂപയുടെ ടു 10%, അതായത് 50,000 രൂപ. ഈ 1000 പേരെ ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം പ്രൊമോട്ടേഴ്സിന് 50,000 രൂപ മാസം കിട്ടും. അവർ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല, ആൾക്കാരെ ചേർക്കുന്നുള്ളൂ. എങ്കിൽ കൂടിയും അവർക്ക് 50,000 രൂപ കിട്ടും. ഇനി മറ്റൊരു സിനാരിയോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ 1000 പേര് മാത്രമല്ല, പലർക്കും കപ്പാസിറ്റി കൂടുതലുണ്ടാവും. ഇപ്പോൾ അവർ 10,000 പേരെ ചേർത്തു എന്ന് വെച്ചു. ഈ 10,000 പേരും വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അവർ സ്ഥിരമായിട്ടൊക്കെ അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. ഇത് ഇന്നും നാളെ കിട്ടിക്കൊള്ളണമെന്നല്ല പറയുന്നത്. ഫ്യൂച്ചറിൽ 1-2 വർഷം കഴിയുമ്പോൾ അവർ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അവരോരോരുത്തരും 2,000 രൂപ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്ന് കരുതാം. മാസം 2,000 രൂപ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 2 കോടി രൂപയാണ് ആ പ്രൊമോട്ടറുടെ കീഴിലുള്ള നെറ്റ്വർക്കിലുള്ള റിമോട്ട് വർക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ
ഒരു മാസം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2 ലക്ഷം രൂപയാണ്. ഇതൊരു എക്സ്പോണൻഷ്യലായിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. എക്സ്പോണൻഷ്യലായിട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ അത്രയധികം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം, ഒരുപാട് കഠിന പ്രയത്നം നടത്തേണ്ടി വരും. പയ്യെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വാട്സാപ്പ് ഗ്രൂപ്പാണെങ്കിൽ 1000 പേരെ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. ടെലഗ്രാം ആണെങ്കിൽ 20,000 പേരെ വരെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യാതെ കിട്ടുന്ന ഒരു ഇതാണ്. അത് ചിലപ്പോൾ മാസമായിക്കൊള്ളുന്നില്ല, 2-3 മാസം കൊണ്ടായി ആവാം, വർക്കിനനുസരിച്ചാവാം. പിന്നെ നിങ്ങൾ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിന് ലിമിറ്റൊന്നുമില്ല, എത്ര പേര് വേണമെങ്കിലും നിങ്ങളെ കീഴിൽ ചേർക്കാം. പിന്നെ നിങ്ങൾ ചേർക്കുന്ന മെമ്പേഴ്സും വേണമെങ്കിൽ അവരും പ്രൊമോട്ടേഴ്സായിട്ട് മാറാം, അവരുടേതായ ഒരു ശൃംഖല ഉണ്ടാക്കാം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ആദ്യം പ്രൊമോട്ടേഴ്സിനെ നമ്മളിപ്പോൾ നോക്കുന്നത്. ആപ്പ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആയിട്ട് നമുക്ക് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മാർക്കറ്റിന് ആപ്പിനൊരു ട്രെൻഡിങ് ആപ്പായി മാറുകയും ആപ്പായി മാറിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഈ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ലിസ്റ്റഡ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രൊമോട്ടേഴ്സിനെ നോക്കുന്നത്. അല്ലാതെ ആപ്പ് ലോഞ്ച് ചെയ്തതിന് ശേഷം പിന്നീട് മാർക്കറ്റ് ചെയ്ത് അതിനെ ട്രെൻഡിങ് ആക്കി മാറ്റുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രൊമോട്ടേഴ്സിനെ നോക്കുന്നത്. പിന്നെ എല്ലാത്തരം ആൾക്കാരെയും ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. നിങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ചേലക്കര ആണ് താമസിക്കുന്നത്. നിങ്ങൾ സ്ഥലം മാറ്റം കിട്ടി തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റിൻകരയിലേക്ക് പോയി, അവിടെ വീടെടുത്തു. വീട്ടിലൊരു കാർപ്പൻ്റർ, ഇലക്ട്രീഷ്യനൊക്കെ അത്യാവശ്യമുണ്ട്, കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ആരോടും ചോദിക്കാനും പറയാനൊന്നും ഇല്ലെങ്കിൽ ഈ ഫ്ലൈബേഡിലെ മെമ്പേഴ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ നെയ്യാറ്റിൻകരയുള്ള കാർപ്പൻ്റർ നിങ്ങൾക്ക് ഫ്ലൈബേഡിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അയാളുടെ റിവ്യൂ എല്ലാം വായിച്ചിട്ട് നിങ്ങൾ അയാളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. നിങ്ങളുടെ സ്ഥലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഫ്ലൈബേഡ് ഉപയോഗിക്കാം. ഇത് പ്രത്യേകിച്ചും ഈ വിദേശ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ആവശ്യം വരിക. എന്ന് വെച്ചാൽ ഈ വീട് മാറുക എന്നുള്ളത് ഇവിടെ ഒരു സ്ഥിരം സംഗതിയാണ്. ആഴ്ചയിലും മാസങ്ങളിലൊക്കെ വീട് മാറുന്നവരിവിടെ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് മാറുമ്പോൾ അവിടെ അത്യാവശ്യം പ്ലംബിങ്, ചെറിയ പെയിൻറ്റിങ് വർക്കൊക്കെ വേണ്ടി വരുമ്പോൾ അത് ആളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് കണക്ഷൻസ് കുറവാണെങ്കിൽ. പിന്നെ അത് സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ പരസ്യം ചെയ്യുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ലോക്കൽ ടാലൻസിനെ നമുക്ക് കിട്ടാനും റിമോട്ട് ടാലൻസിനെ കിട്ടാനും എംപ്ലോയേഴ്സിനെ, വലിയ കമ്പനികൾക്ക് 1000 പേരെല്ലാം ഒരുമിച്ച് റിസോഴ്സ് കണ്ടെത്താനും ലിങ്ക്ഡിനിൽ പോലും ഇല്ലാത്തൊരു ഫീച്ചറാണത്. പെട്ടെന്ന് ഒരു തേർഡ് പാർട്ടി റിക്രൂട്ട്മെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ ഡയറക്റ്റായിട്ട് ഒരു റിസോഴ്സ്, ഒരു ജോലിക്കാരനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ആപ്പാണ് ഫ്ലൈബേഡ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ ഇനി ഇനി വീഡിയോ ഇടുന്നില്ല. ഇനി നമ്മൾ ആപ്പ് റിലീസായതിന് ശേഷം ആപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ട്യൂട്ടോറിയലായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും നന്ദി.